സർ, 4ാം വാർഷിക ആഘോഷത്തിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണിത്. വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത, മലയോരപാത, തീരപാത, അതിദാരിദ്ര്യമില്ലാത്ത കേരളം, 4 ലക്ഷം പട്ട, ഇന്ന് കുറേ ഇവരുടെ വികസന പദ്ധതികൾ എടുത്തു പറയുന്നുണ്ട്. സർ, നോക്കിക്കോളൂ. അതെ, ഒന്നാം വരിയിൽ തന്നെ കുറേ ഉണ്ട്. കാര്യങ്ങളുണ്ട്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ ദേശീയപാത വികസനം വരട്ടെ അതിലേക്ക് കടക്കാം. ദേശീയപാതയിലിട്ട് കാലെടുത്ത് വെക്കാൻ വരട്ടെ. ഇതാ നോക്കൂ, ഒന്നാമത്തെ ലൈൻ പ്രേക്ഷകരോട് കണ്ടോട്ടെ. വിഴിഞ്ഞം തുറമുഖം ആരുടെ ഇനിഷ്യേറ്റീവ്? സാഗർമാല പദ്ധതി കേന്ദ്രത്തിൻ്റെ ഇനിഷ്യേറ്റീവ്. ഗെയിൽ പൈപ്പ് ലൈൻ ആരുടെ ഇനിഷ്യേറ്റീവ്? സ്ഥലം മാത്രം കേരളം കൊടുത്തു. സ്ഥലമെടുക്കാനുള്ള തടസ്സങ്ങൾ നീക്കിയത് ശരിയാണ്, ശക്തമായിട്ട് പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ ഞാൻ പോയതാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന്. മൻമോഹൻ സിംഗ് വന്ന് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. പിന്നെ മൂന്നാമത്തേതായിട്ട് ദേശീയപാത. അത് സമ്മതിക്കുന്നുണ്ടോ CPM-കാരും ദേശാഭിമാനിക്കാരും? ദേശീയപാത എഴുതി വച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ വരി തന്നെ ദേശീയപാത എന്ന് എഴുതി വച്ചിരിക്കുക. ഞാൻ എഴുതിയതല്ല, ഇത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ സംഘം 1-ാം പേജിൽ കൊടുത്ത വാർത്ത. അതിലെന്തായാലും ന്യൂസ് എഡിറ്ററുടെയും അതുപോലെ തന്നെ എഡിറ്ററുടെയും ശ്രദ്ധ ചെല്ലാതിരിക്കുകയില്ല. അപ്പോൾ ദേശാഭിമാനിയുടെ ഔദ്യോഗികമായിട്ടാണ് ദേശാഭിമാനി. അപ്പൊ ഇനി ചോദിക്കട്ടോ? ഇനി ചോദിക്കാമല്ലോ. ദേശീയപാതയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ദേശീയപാതയ്ക്ക് പറ്റിയല്ലോ. പക്ഷേ ദേശീയപാത മുഹമ്മദ് റിയാസ് മറ്റേ വീഡിയോ ഒക്കെ എടുത്ത് മറ്റേ റോഡൊക്കെ ചുറ്റി ഭയങ്കര നല്ല അടിപൊളി വീഡിയോയിലൊക്കെ ദേശീയപാത ഞങ്ങൾ റിയാസ് ഉണ്ടാക്കിയതാണെന്നുള്ള രീതിയിലാണ് ടൂറിസം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഇന്നലെ മുതല് ദേശീയപാത ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ മാത്രമായിരിക്കുകയാണ്, കേന്ദ്ര സർക്കാരിന്റെ മാത്രമായിരിക്കുകയാണ്. കൈവിട്ടു, ദേശീയപാത കൈവിട്ടു. അപ്പോൾ ദേശീയമായി പറഞ്ഞ വാക്കും അതുപോലെ അച്ചടിച്ച വാക്കും പിൻവലിക്കാൻ പ്രയാസമാണ്. നിങ്ങളിതിൻ്റെ ക്രെഡിറ്റ് എടുത്തിരിക്കുക. വിഴിഞ്ഞം അതിൻ്റെ ഞങ്ങളാണ്. ഉമ്മൻചാണ്ടിക്ക് പോലും നിങ്ങളുടെ റോൾ കൊടുക്കാൻ തയ്യാറില്ല. ഇപ്പോൾ ദേശീയപാത എന്താ പിന്നെ ഇപ്പം മാറിയത്? എങ്ങനെയാണ്? ദേശാഭിമാനി സത്യം മാത്രം പറയുന്ന പത്രമല്ലേ, നേരിനൊപ്പം സഞ്ചരിക്കുന്ന പത്രം. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ദേശീയപാതയുടെ പിതൃത്വം നിങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ ദേശീയപാതയ്ക്കുണ്ടാകുന്ന കുഴപ്പങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ദേശീയപാത കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണെന്ന്. നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിയുമ്പോൾ വടക്കോട്ട് തിരിയും. നിങ്ങൾക്ക് പേപ്പട്ടിയെ നാട്ടി ഒരു ഉദാഹരണം പറയാം. പേപ്പട്ടിയെ നാട്ടി നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ MP രാജേഷ് വടക്കോട്ട് തലയിരിച്ചുകൊണ്ട് പറയുന്നത് അത് കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ്, അവർ ശരിക്കും നടപ്പാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. എന്താ നടപ്പാക്കാത്തത്? അതിന് പ്രത്യേക സ്കീമില്ലേ? അതിന് പണം തരുന്നില്ലേ? എന്താ നാട് നീളം പക്ഷേ പേപ്പട്ടികളാണ്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, അത് ശക്തമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല. ഞാൻ ഉറപ്പായിട്ട് പറയാം, ഗെയിൽ പൈപ്പ് പദ്ധതിയിൽ മുഖ്യമന്ത്രി ഇച്ഛാശക്തി കാണിച്ചു. അതുകൊണ്ടാണ് അതിനെതിരെ എതിർപ്പുമായിട്ട് വന്ന ആൾക്കാർ അവിടെ അടങ്ങിയത്. എന്തുകൊണ്ട് അതുപോലൊരു ഇച്ഛാശക്തി നായ്ക്കളുടെ കാര്യത്തിൽ? നാട് നീള നായ്ക്കളല്ലേ പൊതുസ്ഥലങ്ങളിൽ, സെക്രട്ടേറിയറ്റിന് മുമ്പ് വരെ ഇല്ലേ നായ്ക്കൾ? റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാം കടിയേറ്റ് ഓരോ കുട്ടികളായിട്ട് മരിക്കുകയല്ലേ? അപ്പോഴും ഇതിനൊരു കുറവ് വരുന്നുണ്ടോ? ഈ നായ്ക്കൾ എങ്ങനെയാണ് വരുന്നത്? നിങ്ങളല്ലേ പറയുന്നത് 100% മലിനമുക്തമായി കേരളമെന്ന്. മാലിന്യമുക്ത കേരളമെന്നും പറഞ്ഞാണല്ലോ നിങ്ങൾ വലിയ ആഘോഷം നടത്തിയത്. ഈ മാലിന്യമാണ് നായ്ക്കളെ നിരത്തുകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ഇറക്കുന്നത്. ആദ്യത്തെ പാഠം. നമ്മളുടെ സബ്ജക്ട് ദേശീയപാതയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പെറ്റ്സിനെ വളർത്തുന്നത് വിദേശ രാജ്യങ്ങളിലുള്ളവരാണ്. അവിടെ ഉണ്ട് ഇത്തരത്തിലുള്ള പേവിഷബാധയൊക്കെ ഉണ്ടെങ്കിലും ഇത്രത്തോളം ഇപ്പൊ നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ അടുപ്പിച്ച് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഇത്തരത്തിൽ ബാധിച്ചതുപോലെ വിദേശ നാടുകളിൽ നമുക്ക് അങ്ങനെ റിപ്പോർട്ടിങ് വന്നിട്ടില്ല. കാരണം അതിന്റെ വാക്സിനേഷൻ ആയാലും അവർ മുൻകൂർ എടുക്കുന്നവരുണ്ട്, അതിന് ശേഷം എടുക്കുന്നവരുണ്ട്. പക്ഷെ അതിലും നന്നായിട്ട് കടി കിട്ടുന്നവരുമുണ്ട്. പക്ഷെ അവിടെ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ പേവിഷബാധയായിട്ട് നിരവധി പേരും മരണപ്പെടുന്നു എന്നുള്ളൊരു വാർത്ത. ഒരു പക്ഷെ അത് വാക്സിനേഷന്റെ ദൂഷ്യവശങ്ങൾ, വാക്സിനേഷൻ എന്തെങ്കിലും ഫലമാണ്, ഇതൊക്കെ നമ്മൾ നല്ലൊരു ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അതിൽ തന്നെ എന്തൊക്കെയോ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ വരുന്നില്ലേ? തീർച്ചയായിട്ടും വരുന്നുണ്ട്, ആരോഗ്യ മേഖലയിൽ വരുന്നുണ്ട് പ്രശ്നങ്ങൾ. ഏത് പ്രശ്നം വരുമ്പോഴും അവർ അത് കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയാം. ഈ ക്രെഡിറ്റ് വരുമ്പോഴോ അത് ഞങ്ങളുടെ എന്നും പറഞ്ഞിരിക്കുക. ഇത് വല്ലാത്തൊരു വൃത്തികേടായിട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു ക്രെഡിറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ദേശാഭിമാനി തന്നെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുക. മാതൃഭൂമിയോ മനോരമയോ അല്ല. ഏറ്റെടുത്ത കാര്യം പിന്നെ നിങ്ങൾ അതിൽ നിന്ന് അടുത്ത ദിവസം നിങ്ങൾ പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത് നാണക്കേടാണ്. അങ്ങനെ ദേശീയപാതയുടെ ഇപ്പം വയലായിരുന്നു ഒരു ഭാഗം, നമ്മൾ കണ്ടതാണ്. വയൽ പൊങ്ങി ജീർണിച്ച് ആ പാത മുഴുവനായിട്ടും വലിയൊരു അപകടങ്ങളിലൊക്കെ വരേണ്ടുന്നതായിരുന്നു. പക്ഷെ അത് നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്ത് വലിയ ഗർത്തം പോലെയൊക്കെയാണ് അതായിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം ഏറ്റെടുക്കൽ എന്നൊരു ജോലി മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഈ സ്ഥലം ഏറ്റെടുത്തതിലെ പാകപ്പിഴകളായിക്കൂടെ?
തന്നെ പാകപ്പിഴ ചില തന്നെയാണ്. പമ്പന്മാരെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്, കാരണം സ്ഥലം ഏറ്റെടുക്കും ചില പമ്പൻ ശക്തികൾ കാണും, അല്ലെങ്കിൽ ഇവർക്ക് അനുഭവമുള്ളവർ കാണും, അവരുടെയൊക്കെ ഒഴിഞ്ഞുകൊണ്ട് ഈ വയൽഭാഗം മാത്രം ഏറ്റെടുത്തത് കൊണ്ടായിരിക്കില്ല ഇത്. അത് തന്നെയാണ് പ്രശ്നം. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശാസ്ത്രജ്ഞന്മാരും കലക്ടറും എല്ലാം ചേർന്നൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് വയൽ ഏറ്റെടുത്തതിൻ്റെ ഈ പ്രശ്നമായിരിക്കാം അവരന്വേഷിക്കുന്നുണ്ട്, അന്വേഷണ റിപ്പോർട്ട് വരണം. വയൽ ഏറ്റെടുത്തതിൻ്റെ പ്രശ്നം നമുക്കറിയാമല്ലേ. വയൽ ഏറ്റെടുത്ത പ്രദേശങ്ങളിലൊക്കെ വെച്ച വീടുകളിൽ നമ്മൾ അതിൻ്റെ ക്ലോസറ്റിലേക്ക്, വാഷ്റൂമിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം താഴും, പൊങ്ങി തന്നെ കിടക്കും. അത് വലിയ തലവേദനയാണ് അവിടെ. വയൽ അങ്ങനെയാണ്. നമ്മൾ ഈ ഇക്കോളജിയിൽ കയറി ആക്രമിക്കാൻ പോയാൽ, ഇക്കോ സിസ്റ്റത്തിൽ കയറി ആക്രമിക്കാൻ പോയാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണത്. പ്രകൃതിക്ക് അതിൻ്റെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഇഷ്ടപ്രകാരം അഭീഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ വയൽ നികത്തി വീട് വയ്ക്കാൻ വേണ്ടി അനുമതിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആ പ്രശ്നം തന്നെയാണ് പ്രധാന പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കേരളത്തിലെ ആ കാലാവസ്ഥ, മഴ പെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ കാരണം, ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ഈ മഴയ്ക്ക് മുമ്പേ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരിക്കുന്നു. അത് കേരളത്തിൻ്റെയും കുഴപ്പമുണ്ട്, കേന്ദ്രത്തിലെ NHAIയുടെയും കുഴപ്പമുണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, NHAI അല്ല ഇത് നടത്തുന്നത്, ഇവരൊരു കമ്പനിയെ ഏൽപ്പിക്കുകയാണ്, കോൺട്രാക്റ്റാണ്. അപ്പോൾ കോൺട്രാക്റ്റിന് സ്പെസിഫിക്കേഷൻസ് കാണും. ആ സ്പെസിഫിക്കേഷൻസ് പൂർത്തിയായാലാണ് ഈ റോഡ് വൃത്തിയായി വരിക. അല്ലാതെ നമ്മൾ ശഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ ചേരുവകളും ചേർന്ന് അത് പൂർണ്ണമായി കഴിയുമ്പോഴാണ്, ഇപ്പോൾ സാമ്പാറാണെന്ന് നോക്കുക, അത് പൂർണ്ണമായിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ സ്വാദ് വരുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആണെങ്കിൽ അത് സാമ്പാറായിരിക്കില്ല, മറ്റെന്തെങ്കിലുമായിട്ട് പോകും. അതാണ് ഏതെങ്കിലും ഓശാളി കറികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ എന്ന് പറയുന്നത്. ഇത് പൂർത്തിയായിട്ടില്ല. അതിന് മുമ്പേ മഴയും വന്നു. വടക്കൻ കേരളത്തിലാണെങ്കിൽ വലിയ മഴയാണ്. അപ്പോൾ നമ്മൾ പാഴൂർ പടിപ്പുരയ്ക്കലൊന്നും പോയി അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ടൈമിങ്ങിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അക്വയർമെൻറ്റ്, അതാണല്ലോ ഈ വയൽ ഏറ്റെടുത്തത്, അതിൽ കേരള ഗവൺമെൻറ്റിന് പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയം വരുമ്പോൾ ഇത് ഞങ്ങളുടെ അല്ല, കേന്ദ്രം എല്ലാം കൂടെ ഞങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഴിഞ്ഞവും കേന്ദ്രത്തിന് തന്നെ കൊടുക്കണം. ഇപ്പോൾ വിഴിഞ്ഞത്ത് സമയത്തിന് മുമ്പേ പൂർത്തിയാക്കി, അതുപോലെ തന്നെ ലോകോത്തരമായിട്ടുള്ള വലിയ കപ്പലുകൾ അവിടെ വരികയും ചെയ്തു എന്നതുകൊണ്ട് അത് ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങളുടെ സന്താനമാണ്. ഇപ്പം പിണറായി വിജയൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. പക്ഷേ ഇനി നാളെ എന്തെങ്കിലും പാളിച്ച ഇവിടെ വന്നു കഴിയുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മയാണ്, ആർജവമില്ലായ്മയാണ്, ആ സത്യസന്ധത ഇല്ലായ്മയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഒരേ നിലപാട് തന്നെ എപ്പോഴും സ്വീകരിക്കണം. ഈ പല നിലപാടുകൾ പല അവസരങ്ങളിൽ ഇതുപോലെയാണ്. കോടതിയുടെ കാര്യത്തിലും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റും CPM കാണിക്കുന്ന നിലപാട്, കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ജഡ്ജിമാരെ ശുംഭന്മാർ എന്ന് വിളിക്കുക, അനുകൂലമാണെങ്കിലോ ഇത് ഫെഡറൽ ഡെമോക്രസിയുടെ വിജയമെന്ന് കൊട്ടിഘോഷിക്കുക. അപ്പോൾ നിങ്ങളുടെ സത്യസന്ധതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുപോലെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റിൽ നിന്ന് ഇനി എടുത്തു മാറ്റിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആൾറെഡി അവകാശപ്പെട്ടു. 4ാം വാർഷികത്തിന് നിങ്ങൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ക്രെഡിറ്റ് അവകാശപ്പെട്ട 4 കാര്യങ്ങളിൽ 4ാമത്തേതായിട്ട് അല്ലെങ്കിൽ മൂന്നാമത്തേതായിട്ട് വരുന്ന ഒന്നിനെയാണ് നിരാകരിക്കാൻ പറ്റില്ല. ഉത്തരവാദിത്വം. അല്ല, അതിനോടൊപ്പം സ്മാർട്ട് സിറ്റിയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാർ എന്നുള്ള രീതിയിലാണ്. കേന്ദ്ര സർക്കാർ സ്മാർട്ട് സിറ്റി ഇത്തരം സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും ഏറ്റവും അവസാനമൊക്കെയാണ് നമ്മുടെ കേരളത്തിന് വരികയൊക്കെ ചെയ്യുക. അന്ന് കുമ്മനം രാജശേഖരൻ, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹമാണ് അതിൻ്റെ ലോഗോയൊക്കെ പ്രകാശനം ചെയ്തതായിട്ട് എനിക്കൊരു അറിവുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് സിറ്റി ഇപ്പം റിയാസിന്റെ പോക്കറ്റിലായിരിക്കുകയാണ്. അതെ, സ്മാർട്ട് സിറ്റിക്ക് പക്ഷെ അതിനിപ്പോൾ പണി വരാൻ നിൽക്കുകയാണ്. കാരണം ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലൂടെ ഇതിന്റെ മറ്റേ ഡ്രെയിനേജ് സൗകര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞ രീതി അവരുടെ ഒരു ഘടനപ്രകാരമാണോ എന്നുള്ളതാണ്. കാരണം പലയിടത്തും കുഴിച്ചതും നികത്തുന്നു പല വിഷയങ്ങളും നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അതിന്റെ ഓഡിറ്റിങ്, അതിന്റെ ഈ ഒരു ചെക്കിങ്ങും ഒക്കെ നടക്കുമ്പം സംസ്ഥാന സർക്കാരിന്റെ ഘടനപ്രകാരം അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്മാർട്ട് സിറ്റി അത് പാതയുടെ കാര്യമായിട്ട് മഴ വരുന്നതേ ഉള്ളൂ. അതെ, സ്മാർട്ട് സിറ്റി ഇപ്പോൾ നമ്മൾ പൂർത്തിയായിരിക്കുക. നല്ല നമ്മുടെ മുഖം കാണാവുന്ന തരത്തിൽ കണ്ണാടി പോലെ വരുന്ന സ്മാർട്ട് സിറ്റിയാണ്. ഇത് ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് തലേദിവസം വലിയ പ്രസ്താവനകളൊക്കെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ മഴ പെയ്ത് കഴിഞ്ഞ് ഇത് കുളമായി കഴിയുമ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുഴികളൊക്കെ എടുത്ത് ആ വെള്ളത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളല്ല, കേന്ദ്രം ചെയ്യുന്ന പദ്ധതിയാണ്, അതുകൊണ്ടാണ് താമസിക്കുന്നത്. ഇവിടെ ഗതാഗതം ദുരന്തത്തിലായപ്പോഴും അവരങ്ങനെ പറഞ്ഞിരുന്നു.
അതുപോലെ നിങ്ങൾ കാലുമാറി കളയരുത്. സ്മാർട്ട് സിറ്റി നിങ്ങളുടെയാണ്, നിങ്ങളത് ഉത്തരവാദിത്വം ഏറ്റെടുത്തോണം. വിഴിഞ്ഞം നിങ്ങളുടെയാണ്, നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തോണം. ലാഭം കിട്ടിയില്ലെങ്കിൽ പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ദേശീയപാത നിങ്ങളുടെയാണ്, നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഇപ്പോൾ ആ ആർജവം കാണിക്കൂ. 4ാം വാർഷികത്തെങ്കിലും ഞങ്ങളത് പരിഹരിക്കുമെന്ന് പറയും. അതല്ലേ മര്യാദ?